കെ.ബി. ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു മേനോന്റെ പരാതിയിൽ കേസെടുക്കാതെ പോലീസിന്റെ ഒളിച്ചുകളി. കെ.എസ്.ആർ.ടി.സി. മിനിസ്റ്ററായ കെ.ബി. ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു മേനോൻ മന്ത്രിക്കെതിരെ നൽകിയ പരാതിയിൽ കേസെടുക്കാതെ പോലീസ് ഒഴിഞ്ഞുമാറി. കഴിഞ്ഞ 2 മാസമായി മന്ത്രിയും ഭാര്യയും അകന്നാണ് കഴിയുന്നത്. മന്ത്രിയുടെ ദുർനടപ്പാണ് ഇതിന് പ്രധാന കാരണമെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ബിന്ദു പറഞ്ഞു. കഴിഞ്ഞ കുറെ കാലമായി പല സ്ത്രീകളുമായി വഴിവിട്ട ബന്ധമാണ് ഗണേഷ് കുമാറിനുള്ളതെന്നും അത് ചോദ്യം ചെയ്തതിന് തന്നെ മർദ്ദിച്ചെന്നും അവർ ഒരു പ്രമുഖ ചാനലിന് നൽകിയ ഓഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം പത്തനാപുരത്തെ ഗണേഷ് കുമാറിന്റെ വസതിയിലെത്തിയപ്പോൾ അവിടെ തങ്ങളുടെ ബെഡ്റൂമിൽ മറ്റൊരു സ്ത്രീ ഗണേഷ് കുമാറുമായി കിടക്കുന്ന കാണേണ്ടി വന്ന ഒരു ഭാര്യയുടെ വളരെ വികാരാധീനമായ വാക്കുകളാണ് അവർ മാധ്യമങ്ങളുമായി പങ്കുവച്ചത്. തനിക്ക് ഭ്രാന്താണെന്ന് പ്രചരിപ്പിച്ച ഗണേഷ് കുമാറിന്റെ ഇത്തരം വഴിവിട്ട ബന്ധങ്ങൾ പുറത്തു കാട്ടുന്നതിനായി തന്റെ മൊബൈൽ ഫോണിൽ അത് ചിത്രീകരിച്ചപ്പോൾ ഗണേഷ് കുമാറിന്റെ സന്തത സഹചാരിയും അതുപോലെ അദ്ദേഹത്തിന്റെ സ്റ്റാഫ് അംഗങ്ങളും തന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നും തന്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ തട്ടിപ്പറിക്കുകയും അതിലെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തെന്നും അവർ പറഞ്ഞു. അപ്പോൾ തന്നെ അവർ മുൻ DGP ശ്രീലേഖയെ വിളിക്കുകയും അവരുടെ ഉപദേശപ്രകാരം 112ലേക്ക് ഫോൺ വിളിക്കുകയും ചെയ്തു. അവിടെ എത്തിയ പോലീസ് ഗണേഷ് കുമാറിന്റെ പിയോടും മറ്റും സംസാരിച്ച് യാതൊരു പ്രശ്നവുമില്ല എന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ അവിടെ നിന്നും പോയതായുമാണ് അവർ പറയുന്നത്. ഒരു കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഒരു മന്ത്രിയുടെ ഭാര്യയുടെ അവസ്ഥ ഇതാണെങ്കിൽ ഇവിടെ മറ്റു സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നുള്ള ഒരു വലിയ ചോദ്യചിഹ്നമാണ് അവർ സമൂഹത്തിന് മുന്നിൽ ഉയർത്തുന്നത്. ഈ കാര്യം മുഖ്യമന്ത്രിയുടെ മകളോടും അതുപോലെ തന്നെ മുൻ DGP ശ്രീലേഖയോടും പറഞ്ഞതായും ഇതുവരെ ഇതിനൊരു നടപടിയും എടുത്തിട്ടില്ലെന്നും ഇപ്പോഴും ഗണേഷ് കുമാറിനെ സംരക്ഷിക്കുന്ന നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇതിന് ഗണേഷ് കുമാർ നൽകുന്ന മറുപടി, എനിക്ക് 1000-ലേറെ കാമുകിമാരുണ്ടെന്നും അവരുമായി എല്ലാം ഞാൻ നല്ല പ്രേമത്തിലാണെന്നും അതിൽ അസൂയ പൂണ്ടാണ് എന്റെ ഭാര്യ ഇത്തരത്തിലുള്ള നീചമായ ആരോപണങ്ങൾ എനിക്കെതിരെ ഉന്നയിക്കുന്നത് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. 1000-ഓ 2000-ഓ കാമുകിമാർ ഉണ്ടാകട്ടെ, ഇത്തരത്തിലുള്ള ആൾക്കാർ മന്ത്രിമാരാകുന്നതും നമ്മെ ഭരിക്കുന്നതും നാടിന്റെ വളർച്ചയ്ക്കും നാടിന്റെ നന്മയ്ക്കും നല്ലതാണോ എന്ന് ഒരിക്കൽ കൂടി ചിന്തിക്കേണ്ട അവസരമാണെന്നും ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു ഓർമ്മിപ്പിച്ചു. ഗണേഷ് കുമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വൻ പ്രക്ഷോഭ പരിപാടികൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറുന്നു. ഒപ്പം തന്നെ BJPയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ കാണുകയും സമരപരിപാടികൾ നടത്തുകയും ചെയ്യുമെന്ന് അറിയിച്ചു. ഇടതുപക്ഷത്തിനേറ്റ കടുത്ത പ്രഹരമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായ ഈ സമയത്ത് ഗണേഷ് കുമാറിന്റെ ഈ നടപടിയെന്നാണ് വിലയിരുത്തുന്നത്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം.